കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് UDF-ൽ പൊട്ടിത്തെറി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് അനിൽ ബോസ് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് അനിൽ ബോസ് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമാകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നണിയിലും പാർട്ടികളിലും ഉയരും. അപ്പോൾ അതിൽ കോൺഗ്രസ് പാർട്ടി കുട്ടനാട് ഏറ്റെടുക്കണം എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കോൺഗ്രസ്സുകാരുടെ പൊതുവികാരമാണ്. ജോസഫ് വിഭാഗത്തിനെന്നല്ല കോൺഗ്രസിനും ഇത് ഞങ്ങളുടെ സീറ്റാണെന്ന് അങ്ങനെ അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം അത് കുട്ടനാടിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രമോ മുന്നണി രാഷ്ട്രീയ ചരിത്രമോ അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. മുന്നണി തീരുമാനം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഡിമാൻഡ് റേസ് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഇല്ലേ? ഞങ്ങൾ ആ ഡിമാൻഡ് റേസ് ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി ഈ സീറ്റ് ഏറ്റെടുക്കണം, നമുക്ക് വിജയസാധ്യതയുള്ള സീറ്റാണ്, കൈ അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണം. അത് ഞാനാണെന്നല്ല, എക്സ് ഓർ വൈ നേതൃത്വത്തിന് ഏറ്റവും ജയസാധ്യതയുള്ള ആരെയും തീരുമാനിക്കാം. സംസ്ഥാനതല നേതൃത്വത്തിൽപ്പെട്ടവരെയും ദേശീയ തലത്തിലുള്ള നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടനാട് സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, കുട്ടനാട്ടിൽ പോര് മുറുകുകയാണ്. അത് UDF-ലാണ് ഈ പോര് മുറുകുന്നത് എന്നത് മാത്രമല്ല നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോഴും അതിനു മുമ്പും UDF-ന്റെ ഭാഗമായി നിന്നപ്പോഴും ജോസഫ് ഗ്രൂപ്പാണ് കുട്ടനാട്ടിൽ സ്ഥിരമായി മത്സരിക്കുന്നത്. KC ജോസഫ് തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗമായും പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗമായുമൊക്കെ കുട്ടനാട്ടിനെ പലവട്ടം പ്രതിനിധീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ റെജി ചെറിയാൻ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അവിടെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്, ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ് എന്ന നിലയിൽ. പക്ഷേ അനിൽ ബോസ് അവിടെ കുട്ടനാടൻ മേഖലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ആ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമായി, പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയില്ലേ അശ്വിൻ? ദിലീപ് കുമാർ, തീർച്ചയായും UDF-ൽ ഈ സീറ്റ് കേരള കോൺഗ്രസ് പതിറ്റാണ്ടുകളായി വർഷങ്ങളായി മത്സരിച്ചു പോരുന്നതാണ് ജോസഫ് വിഭാഗം. അത് ഇത്തവണയെങ്കിലും വിജയസാധ്യതയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആ സീറ്റ് എടുത്ത് കൈപ്പത്ത് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്തണം എന്നുള്ളതാണ് ഈ അനിൽ ബോസ് അടക്കമുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും ഇത്തവണ കോൺഗ്രസിൽ മാത്രം, UDF-ൽ മാത്രമല്ല, 3 മുന്നണികളിലും പതിവ് പോലെ തന്നെ ഘടകകക്ഷികൾക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. CPM-ലും LDF-ലും സമാന പ്രശ്നമുണ്ടായിരുന്നു. NCP-യിൽ നിന്ന് CPM സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും പാർട്ടി അത് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അത് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അങ്ങനെ NCP തന്നെ മത്സരിക്കാൻ തീരുമാനമായി. ആ പ്രശ്നം ഒതുങ്ങിയതിന് പിന്നാലെയാണ് അനിൽ ബോസ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. അതിന് പിന്നാലെ ഈ റെജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ പ്രചരണം ആരംഭിച്ചു. പല ബൂത്ത് തല യോഗങ്ങളിലടക്കം അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പരസ്യ പ്രതികരണവുമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ അനിൽ ബോസ് രംഗത്തെത്തിയിരിക്കുന്നത്. 40 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ, തനിക്ക് മത്സരിച്ചാൽ എന്താണ്, തന്നെ എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നൊരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് താൻ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളെ അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. അതിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അനിൽ ബോസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ജോസഫ് വിഭാഗം അതിനോട് കടുത്ത എതിർപ്പും പറയുന്നുണ്ട്. ജോസഫ് വിഭാഗത്തിൻ്റെ നേതാക്കൾക്കെതിരെ പോലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഈ പ്രതികരണത്തിൽ നടത്തിയിരിക്കുന്നത്. ചരിത്രബോധമില്ലാത്തവരാണ് ഈ കേരള കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതാണ് പറയുന്നത്. കുട്ടനാട് സീറ്റ് അവരുടെ കുത്തകയല്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ സീറ്റ് തർക്കം അത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടനാട് NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടുത്ത എതിർപ്പുമായി അനിൽ ബോസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ജോസഫ് വിഭാഗം തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കൾ തന്നെ പലകുറി വ്യംഗ്യമായൊക്കെ പറഞ്ഞതാണ്. എന്തായാലും അത് മറികടന്ന് അനിൽ ബോസ് അടക്കമുള്ളവരുടെ പരാതികൾ കേന്ദ്ര ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പരിഗണിച്ച് അവിടെ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അങ്ങനെ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. എന്തായാലും ആ കുട്ടനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അത് പരസ്യ പോരിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അബു ജോസഫ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ അനിൽ ബോസിൻ്റെ പ്രതികരണത്തിൽ എങ്ങനെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അതൊരു പരസ്യ പോരിലേക്ക് കടന്നതാണ് നിലവിൽ കോൺഗ്രസിനെ, പ്രത്യേകിച്ച് UDF-നെ ആലപ്പുഴയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. ദിലീപ് കുമാർ, തുടർച്ചയായി UDF പരാജയപ്പെടുന്ന കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അനിൽ ബോസാണ് ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് റെജി ചെറിയാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുട്ടനാട്ടിൽ പ്രചാരണം തുടങ്ങിയിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്
അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.